മലയാളികളെ സംബന്ധിച്ച് വിജയ് എന്ന് പറയുന്നത് ഏറെ അടുത്ത് നിൽക്കുന്നതാണ്. വിജയെ സംബന്ധിച്ചുള്ള ഏതൊരു വാർത്തയും നമുക്ക് വലിയ വിഷയം കൂടിയാണ്. അപ്പോൾ കരൂർ ദുരന്തത്തിൽ വിജയെ പ്രതി ചേർത്തേക്കും എന്നുള്ള വാർത്ത കൂടി ഇന്ന് പുറത്തു വരുന്നുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്താനാണ് സാധ്യത. ഫെബ്രുവരി 2-ാം വാരം CBI കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദുരന്തത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് CBI നടത്തുന്നത്. വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസ് നൽകിയ മൊഴി കൂടുതൽ തിരിച്ചടിയായേക്കാനും സാധ്യതയുണ്ട്. അതായത് വൻ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് അറിയിച്ചില്ല. അതുപോലെ തന്നെ 30,000-ത്തിലധികം പേരെത്തിയത് അപകട കാരണമാകാം. പിന്നെ 7 മണിക്കൂർ വിജയ് വൈകിയാണ് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസിന്റെ മൊഴിയായുണ്ട്. കരൂർ ദുരന്തത്തിൽ വിജയ് കുറ്റക്കാരനാണോ, വിജയെ പ്രതി ചേർക്കണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, ഇത് CBI വേട്ടയാടലാണോ എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. എന്തായാലും ഇക്കാര്യത്തെ കുറിച്ചും ജനം പ്രതികരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നുമുള്ള ആളുകളാണ് കൂടുതലായി പ്രതികരിക്കുന്നത്. ദേവനാണ് അവരോട് ചോദിക്കുന്നത്. അവർക്ക് എന്താണ് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കാം. കരൂർ ദുരന്തത്തിൽ ഫെബ്രുവരി 2-ാം വാരത്തോടെ കുറ്റപത്രം സമർപ്പിക്കാനാണ് CBI ലക്ഷ്യമിടുന്നത്. തമിഴ്നാടനും TVK നേതാവുമായ വിജയെയും തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതിയേർക്കാനാണ് നീക്കം. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കാനാണ് CBI ലക്ഷ്യമിടുന്നത്. എന്നാൽ താരത്തിന്റെ രാഷ്ട്രീയ രംഗത്തേക്കുള്ള കടന്നുവരവാണ് ഇപ്പോഴുള്ള നിയമ നടപടികൾക്ക് പിന്നിൽ നിന്നാണ് ഒരു വിഭാഗം അവകാശപ്പെടുന്നത്. ഇക്കാര്യത്തിൽ തിരുവനന്തപുരത്തുള്ള വിജയ് ആരാധകർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശേഷം വിജയ്ക്കെതിരെ ഒരു കരുതിക്കുട്ടിയുള്ള ഒരു നീക്കം CBI കൊണ്ട് അന്വേഷിപ്പിക്കുന്നു. പെട്ടെന്നൊരു കേസ് അന്വേഷണം ആ ദുരന്തമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ 2 ദിവസം തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തു. വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസ് മൊഴി നൽകുന്നു. അങ്ങനെ മൊത്തത്തിൽ വിജയെ CBI വഴി കൊടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വിജയെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കണമെന്നാണ് സാധ്യത. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയെ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ വിടത്തില്ല. പൊതുവേ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്. സിനിമാ മേഖലയിലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ പിന്നെ അതിൻ്റെ രീതിയിൽ പോകും. കാര്യം ഒരുപാട് ഫാൻസ് ഉള്ള ആളാണ് വിജയ്. പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പുള്ളിയെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പം ഇപ്പം ഭരിക്കണ പാർട്ടിക്ക് കയറി വരാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് വിജയ് എന്ന് പറഞ്ഞാൽ ഇപ്പം കൊച്ചു കുട്ടികൾക്ക് വരെ ഇഷ്ടമാണ്. അപ്പം ഒരു ഫാമിലി ആയാലും പറയും വിജയ് കൊണ്ട് വോട്ടിടാൻ പറയും. അപ്പോൾ മാക്സിമം ഇത് രാഷ്ട്രീയ കളിയാണ്. പിന്നെ ഈ CBI കേസൊക്കെ മാറി വിജയ് വീണ്ടും തിരിച്ചു വരും. ഇപ്പം വിജയ് ഒരു പൊളിറ്റിക്കൽ ഇതിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം വിജയ് ഇങ്ങനെ വളരുകയാണ്. വളർന്നൊന്ന് വിജയ് ചിലപ്പം വിജയിൻ്റെ ആ വളർച്ച തടുക്കാനായിരിക്കും അവർ നടത്താം. അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളികൾ നടക്കുന്നതായിരിക്കും. ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ വേണ്ടിയല്ലേ വരുന്നത്. അയാളല്ലാതെ അയാളുടെ സ്വന്തം കാര്യം നോക്കിയല്ലല്ലോ പോണത്. അത് സ്വന്തം കാര്യം നോക്കി പോകാനാണെങ്കിൽ അയാൾക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം തന്നെ ധാരാളമാണ്. ചിലരൊക്കെ പറയും ഇത് ഇറങ്ങിയിട്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഒരു സിനിമ അഭിനയിച്ചാൽ തന്നെ കിട്ടും പൈസ. പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളി അല്ലാതെ ഒരുപാട് കോടി സമ്പാദിച്ചിട്ടുണ്ടല്ലോ. നല്ലത് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും വിജയ്. അപ്പോൾ അത് പൊതുവിൽ പറഞ്ഞാൽ കേന്ദ്ര ഏജൻസികളൊക്കെ ഇപ്പോൾ BJPയുടെ കയ്യിലല്ലേ. അപ്പോൾ അവർ അതിനെ വേണ്ട രീതിയിൽ മറ്റ് രാഷ്ട്രീയക്കാർക്കെതിരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ വേറെ വിജയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് അങ്ങ് അത്ര വലിയ ആരാധനയൊന്നുമില്ല. പുള്ളിയുടെ ആരാധകർക്ക് പകുതിയിൽ പേർക്ക് വോട്ട് പോലും ഇല്ല. ഇത് പഴയ വിജയകാന്തിൻ്റെ രാഷ്ട്രീയം പോലെ ഇയാൾ മാത്രം ജയിക്കും. ഇയാളുടെ കൂടെ വിജയല്ലാതെ അതിൽ ആ പാർട്ടിയിലുള്ള ആർക്കും അറിയില്ല. അത് വലിയ നേട്ടമൊന്നും തമിഴ്നാട് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തന്ത്രമാണെന്നാണ് തോന്നുന്നത്. പുള്ളിക്കാരന് സിനിമയിൽ തന്നെ ശത്രുക്കൾ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നീക്കം ആകാനാണ് സാധ്യത. പൊതുവേ ചാരിറ്റി പ്രവർത്തനമൊക്കെ നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ പലർക്കും വെല്ലുവിളിയായി മാറും. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഞാൻ വിജയ് ഫാനാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്താണ് സത്യമെന്ന് തോന്നുന്നു. വിജയിക്കട്ടെ. താരത്തിന്റെ രാഷ്ട്രീയ രംഗത്തേക്കുള്ള കടന്നുവരവ് തങ്ങളുടെ ഭാവിക്ക് മങ്ങലേൽക്കുമെന്ന DMKയുടെയും BJPയുടെയും ആശങ്കയാണ് ഇപ്പോഴുള്ള നിയമ നടപടികൾക്ക് പിന്നിലെന്നാണ് ആരാധകർ അവകാശപ്പെടുന്നത്. ഏതായാലും കേസന്വേഷണത്തിനൊടുവിൽ സത്യം തെളിയുമെന്നും അവർ കരുതുന്നുണ്ട്. തിരുവനന്തപുരത്തു നിന്നും ജ്യോതിഷ് JBക്കൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം. അതുതന്നെയാണ് വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് തടസ്സം നിൽക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് ആളുകൾ കൂടുതലായി പറയുന്നത്. ഒരുപാട് ആരാധകർ വിജയ്ക്ക് തിരുവനന്തപുരത്തും ഉണ്ട് എന്നുള്ളതാണ്. അവരുടെയൊക്കെ ഒരു പ്രതികരണം ആണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജനങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളും വിഷയങ്ങളും ഒക്കെ ഇവിടെ തീർന്നിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രതികരണം എല്ലാം നമ്മൾ കേട്ടു. അവരെല്ലാ കാര്യത്തിലും ശ്രദ്ധാലുക്കളാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധാലുക്കളാണ് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓരോ വാർത്തകളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കതിൽ പ്രതികരണവും ഉണ്ട്.